നമസ്കാരം കൂട്ടുകാരെ, പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പലർക്കും പ്രയോജനം ചെയ്യും. നമ്മൾ ടൈൽ ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹോംഓണേഴ്സ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കൂട്ടുകാരെ, ആദ്യം തന്നെ നമ്മൾ ഹോംഓണേഴ്സ് ഫ്ലോർ ലേ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീടിന്റെ ഫ്ലോറിങ് ടൈൽ ലേ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു വിഷയമാണ് ഫ്ലോർ ലെവലാണോ എന്ന്. അത് എപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ നോക്കി മാത്രമേ കോൺക്രീറ്റ് ചെയ്യാവൂ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിന്റെ കോൺക്രീറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്രൗണ്ട് ഫ്ലോറിന്റെ കോൺക്രീറ്റ് ചെയ്യാവൂ. ഇല്ലാത്ത പക്ഷം നമ്മുടെ റൂഫിന്റെ ഒക്കെ കോൺക്രീറ്റിന്റെ ഡെബ്രിസ്, അതുപോലെ തന്നെ റൂഫിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ഡെബ്രിസ്, ഇതെല്ലാം ഇതിന്റെ മുകളിൽ വീണിട്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ കോൺക്രീറ്റിന്റെ മുകളിൽ വീണിട്ട് അത് ലെവൽ കേടിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഞാൻ രണ്ടാമതായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫ്ലോറോ വോളോ നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പേ അതിന്റെ ക്ലെൻലിനെസ് നമ്മൾ പരിശോധിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഫ്ലോറിലാണെങ്കിലും അമിതമായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടൈലും ഫ്ലോറുമായിട്ടുള്ള ബോണ്ടിങ്ങിനെ എല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഫ്ലോർ ആണെങ്കിലും വാൾ ആണെങ്കിലും അത് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം ടൈൽ ലേ ചെയ്യാൻ. ഇല്ലാത്ത പക്ഷം അത് ടൈലും ഫ്ലോറുമായിട്ടുള്ള ബോണ്ടിങ്ങിനെ ബാധിക്കുകയും ഭാവി കാലത്ത് ടൈൽ ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാവുകയും ചെയ്യും. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഞാൻ മൂന്നാമതായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാത്റൂമിന്റെ ഒക്കെ ഫ്ലോർ ചെയ്യുമ്പോൾ അതിന്റെ സ്ലോപ്പ് എപ്പോഴും കറക്റ്റ് ചെയ്ത് വേണം ഇടാൻ. ഇല്ലാത്ത പക്ഷം നമ്മുടെ വാട്ടർ ഡ്രെയിനേജിനൊക്കെ അത് ബാധിക്കും. നമ്മൾ പല വീടുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പോർഷനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, ചില പോർഷനിൽ വെള്ളം കറക്റ്റായിട്ട് പോകുന്നില്ല. ഇതൊക്കെ ഈ ബാത്റൂമിന്റെ സ്ലോപ്പ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാത്ത കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. ബാത്റൂമിന്റെ സ്ലോപ്പ് നമ്മൾക്ക് എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടെക്നീഷ്യനെ വെച്ച് അത് സെറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇല്ലാത്ത പക്ഷം നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ വെള്ളം കറക്റ്റായിട്ട് ഡ്രെയിൻ ആവാതെ ഒക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാത്റൂമിന്റെ സ്ലോപ്പ് എപ്പോഴും ചെക്ക് ചെയ്ത് മാത്രം ടൈൽ ലേ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ടൈൽ ലേ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ബാത്റൂം ഏരിയയിൽ ടൈൽ ലേ ചെയ്യുമ്പോൾ, ടൈൽ ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് വേണം ടൈൽ ലേ ചെയ്യാൻ. ഇല്ലാത്ത പക്ഷം നമ്മൾ ടൈലിട്ടു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ ജോയിന്റ് ഇടയ്ക്കൂടെയൊക്കെ എല്ലാം വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളം അങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പോലും അതിന്റെ ഈർപ്പം അടിച്ചാൽ പോലും പ്രശ്നമാണ്. അത് എങ്ങനെ പ്രശ്നമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈലിന്റെ ജോയിന്റിൽ കൂടെ എല്ലാം ഈർപ്പം അടിച്ചും വെള്ളം ഇറങ്ങിയും ഒക്കെ നമ്മുടെ ഭിത്തിയിൽ, അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന ഭിത്തിയിൽ പെയിന്റ് ഒക്കെ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഭിത്തിക്ക് ബലക്ഷയം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ പ്രൂഫ് വോളും ഫ്ലോറും ചെയ്തതിന് ശേഷം മാത്രം ടൈൽ ഒട്ടിക്കുക. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുടെ വാട്ടർ പ്രൂഫ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പിഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വാട്ടർ പ്രൂഫ് അവൈലബിൾ ആണ്. പിഡിലൈറ്റിന്റെ റോഫ് എന്ന് പറയുന്ന സബ് ബ്രാൻഡിന്റെ ഹൈഗാർഡ് EH എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അത് നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് ആണ്. അത് ഏകദേശം 55 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ടിന്നിന്റെ കവറേജ് വരുന്നത്. പിന്നെ വേറൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ബോണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉണ്ട്. അത് അൾട്രാ ബോണ്ട് EH 2000 എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇതെല്ലാം നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് ആണ്. നമ്മൾ എപ്പോഴും വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് കൂടുതൽ കിട്ടുന്ന ബ്രാൻഡിന്റെ വാട്ടർ പ്രൂഫ് വാങ്ങിച്ച് ചെയ്യുക. ഇല്ലാത്ത പക്ഷം ഇതിനും ലൈഫ് കുറഞ്ഞ ബ്രാൻഡുകളുണ്ട്. അതൊന്നും പരിശോധിക്കാതിരിക്കുക. നല്ല വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് തന്നെ യൂസ് ചെയ്യുക. എന്നാൽ നമ്മുടെ വോളിനൊക്കെ ബലക്ഷയം സംഭവിക്കാതിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് പോർഷനിൽ ടൈല് വിരിക്കുമ്പോഴും അത് സ്പേസർ വെച്ച് മാത്രം ടൈല് വിരിക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം ടൈലിന് എക്സ്പാൻഷൻ സംഭവിക്കും. നമ്മുടെ ഈ ക്ലൈമറ്റ് ഇപ്പോൾ നമുക്കറിയാം, ഈ മെയ് മാസത്തിൽ ഏകദേശം 40 ഡിഗ്രി വരെ നമ്മുടെ കേരളത്തിൽ ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഈ ചൂട് കാലത്ത് ടൈല് വികസിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള സ്പേസർ യൂസ് ചെയ്യാണ്ട് ടൈല് വിരിച്ചു കഴിഞ്ഞാൽ, യൂണിഫോം ഗ്യാപ്പ് ഇല്ലാതെ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈലിന്റെ എക്സ്പാൻഷൻ സമയത്ത് ഈ ജോയിന്റുകൾ തമ്മിൽ മുട്ടി ടൈൽ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും സ്പേസർ ഉപയോഗിച്ച് മാത്രം ടൈല് വിരിക്കുക. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ക്ലയൻസിന്റെ അടുത്ത് തന്നെ ഇപ്പൊ ഏകദേശം 10, 15, 20 ക്ലയന്റോളം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടൈല് ഇളകിപ്പോയി, അതിന് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സൈറ്റ് ഇൻസ്പെക്ഷന് പോകുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും സ്പേസർ വെച്ചല്ല നമ്മുടെ ഈ ടൈൽ ലേ ചെയ്യുന്നത്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യന്റെ ഗൈഡൻസ് കൊണ്ട് മാത്രമേ നമ്മൾ ഈ ടൈൽ ലേ ചെയ്യാവൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ടൈൽ ഇടുകയാണ്, സ്പേസർ ഇല്ലാതെ ടൈൽ ഇട്ടു, ഒരു 4-5 വർഷം കഴിഞ്ഞ് ടൈലിന് എന്തെങ്കിലും സംഭവിച്ച് ഇളകിപ്പോയി, നമുക്ക് ഈ 5 വർഷം കഴിയുമ്പോൾ ഈ ഡിസൈനിലുള്ള ടൈല് കിട്ടത്തില്ല. അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ടൈലിൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡസ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതാണ് സംടൈംസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ സ്പേസർ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി ടൈൽ ലേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലുള്ള പ്രോബ്ലങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഷോപ്പിലാണെങ്കിലും ഒരുപാട് കമ്പനികളുടെ മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ കമ്പനിയുടെ മെറ്റീരിയലിന്റെയും പർട്ടിക്കുലർ സൈസിന് മേളിൽ ഇവര് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര സ്പേസർ ആണ് ഇതിന് റിക്വയർഡ് ആയിട്ട് വരുന്നത്. ഇത് കമ്പനി തന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ്റ്റി കൂടുതലാണ്, എത്ര കാലം വേണമെങ്കിലും ടൈലിന് ഒരു കംപ്ലൈന്റും ഇല്ലാതെ കിടക്കും. അപ്പൊ കൂട്ടുകാരെ, ഈ 5 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ടൈൽ ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കൂടാതെ ഒരു 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.